ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയായിട്ട് കാണുന്നതായി ഈ ഒരു ഫ്ലവർ കണ്ടോ ഗൈസ്. ഈ ഒരു ഫ്ലവർ ഏത് ചെടിൻ്റെയാണെന്ന് അറിയാമോ? അപ്പോൾ ഇത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്, സൂപ്പറാണ്. നല്ല വൈറ്റ് കളറിൽ മിഡിലായിട്ട് നല്ല യെല്ലോ കളറിൽ കാണുന്നൊരു ഫ്ലവറാണ്. നല്ല രസമില്ലേ കാണാൻ, കുറേ മൊട്ടുകളും പൂവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ചെടി. ഈ ഒരു ചെടി നമ്മൾ ഇതിന് മുൻപും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ മുൻപുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൂവ് ഏത് ചെടിൻ്റെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ചുണ്ടയ്ക്കയാണ് കേട്ടോ. ചുണ്ടയ്ക്ക പൂവാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ നിൽക്കണ കാണാനായിട്ട്. കരിഞ്ചുണ്ട, സുണ്ടക്കായി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. സൊളാനം ടോർവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്, സയൻറ്റിഫിക് നെയിം. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളിതിനെ ടർക്കി ബെറി എന്നൊക്കെ പറയാറുണ്ട്. ഡെവിൾസ് ഫിഗ്, പീ എഗ് പ്ലാന്റ്, അതുപോലെ തന്നെ പ്ലേറ്റ് ബ്രഷ്, സുസുംബർ എന്നിങ്ങനെയും വിചിത്രമായ വിളിപ്പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കായ്കളൊക്കെ കറി വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് വഴുതന ബഡ് ചെയ്യാനായിട്ട് നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് ആനച്ചുണ്ട എന്ന് പറയുന്നത്. അങ്ങനെ വളർത്തുന്ന തൈകൾക്ക് വേരുകളിലുണ്ടാകുന്ന കീടബാധ ഏൽക്കാറില്ലാത്തതിനാൽ രണ്ടാമത്തെ വർഷവും വിളവെടുക്കാനാവും എന്ന് പറയുന്നുണ്ട്. ഇത് ഹിന്ദിയിൽ ബുക്കത്ത് അല്ലെങ്കിൽ ബംഗതിയ, സംസ്കൃതത്തിലാണെങ്കിൽ ബൃഹതി എന്നും വിളിപ്പേരുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ സൊളാനം ടോർവത്തിൽ ചെറുതും അതുപോലെ തന്നെ വെളുത്തതുമായ പൂക്കൾ വലുതും ശാഖകളുള്ളതുമായ കൂട്ടങ്ങളായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. ടർക്കി ബെറി ചെടികളുടെ ഇലകളും പഴങ്ങളും ലോകമെമ്പാടും ഭക്ഷണമായിട്ടും പരമ്പരാഗത വൈദ്യത്തിലും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.